പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഡിസംബർ ആഗതമായി. ക്രിസ്മസ് ഒരിക്കൽ കൂടി വരികയാണ്. ഡിസംബർ 25 ഉണ്ണീശോയുടെ പിറവി ദിനം. സന്തോഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകുന്ന ദിനം. പോകട്ടെ നമുക്ക് ബെത്ലഹേമിലേക്ക്. ഉണ്ണീശോയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ? കൂടെ ഒരു സമ്മാനം കൂടി കരുതണ്ടേ? എന്ത് സമ്മാനം വാങ്ങും? പപ്പയുടെയോ മമ്മിയുടെയോ കാശ് വാങ്ങി സമ്മാനം വാങ്ങണോ? വേണ്ടേ വേണ്ട. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ സ്വന്തം സമ്മാനം വേണം ഉണ്ണീശോയ്ക്ക് കൊടുക്കാൻ. അതാവും ഉണ്ണീശോയ്ക്ക് കൂടുതൽ ഇഷ്ടം. 25 ദിവസമുണ്ടല്ലോ, അത്രയും സമയം ധാരാളം. ഞാൻ റെഡി. നിങ്ങളോ? എൻ്റെ കൂടെ കൂടില്ലേ? ഇന്നു മുതൽ കൂടുതൽ ശ്രദ്ധയോടെ തിരയാം ഉണ്ണീശോയ്ക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ. ഇന്ന് ഞാനൊരു സമ്മാനം കണ്ടെത്തിയിട്ടുണ്ട്. പറയട്ടെ? ഡിസംബർ 1 മുതൽ 24 തീയതി വരെ എനിക്ക് കിട്ടുന്ന മിഠായികൾ ഞാനൊരു ടിന്നിലിട്ട് സൂക്ഷിച്ചു വെക്കും. എത്ര കൊതി തോന്നിയാലും കഴിക്കുകയില്ല. 25 തീയതി ബെത്ലഹേമിലെത്തുമ്പോൾ ഞാനും ഉണ്ണീശോയും നിങ്ങൾ വരുവാണെങ്കിലും നമുക്ക് ആഘോഷമായി കഴിക്കാം. നിങ്ങളും കൊണ്ടുവരികയില്ലേ? കൂട്ടുകാരെ, ഉണ്ണീശോയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നിന്റെ കുഞ്ഞു ഹൃദയത്തോട് ചേർത്ത് കാത്തു സൂക്ഷിക്കണമേ. നിന്നെപ്പോലെ തന്നെ നല്ല കുഞ്ഞുങ്ങളായി വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിനക്കായി നല്ല സമ്മാനങ്ങൾ കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കൂട്ടുകാരെ, പുതിയൊരു സമ്മാനം നാളെ കണ്ടെത്തി വരുന്നതുവരെ ബൈ.